കനലെരിയുന്ന ഒരച്ഛൻ. മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ പിതാവാണ് ശങ്കരനാരായണൻ. 75-ാം വയസ്സിൽ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു. 2001 ഫെബ്രുവരിയിലാണ് സ്കൂൾ വിട്ടുവരുന്ന വഴി 13-കാരിയായ മകൾ കൃഷ്ണപ്രിയയെ അയൽവാസിയായ മുഹമ്മദ് കോയ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. എന്നാൽ 2002 മുഹമ്മദ് കോയ ജാമ്യത്തിലിറങ്ങിയപ്പോൾ തൻ്റെ മകൾക്ക് നീതി ലഭിച്ചില്ല എന്ന കനൽ എരിയുകയായിരുന്നു ശങ്കരനാരായണൻ എന്ന അച്ഛൻ്റെ മനസ്സിൽ. ഇതേ തുടർന്ന് ഒരു സുഹൃത്തു വഴി കൈത്തോക്ക് സംഘടിപ്പിക്കുകയും അവസരം ഒത്തുവന്നപ്പോൾ മുഹമ്മദ് കോയയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ശേഷം കുറ്റബോധത്തിൻ്റെയോ പശ്ചാത്താപത്തിൻ്റെയോ തെല്ലൊരംശം പോലുമില്ലാതെ അദ്ദേഹം പോലീസിൽ കീഴടങ്ങി. എന്നാൽ സ്വമേധയാ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ലെന്ന് വിധിച്ച മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണന് ജീവപര്യന്തം ശിക്ഷിച്ചു. എന്നാൽ മുഹമ്മദ് കോയയെ കൊലപ്പെടുത്തിയതിന് തെളിവുകളില്ലെന്ന പേരിൽ 2006 ഹൈക്കോടതി ആ പിതാവിനെ വെറുതെ വിട്ടു. മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേലോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേവീട്ടിൽ ശങ്കരനാരായണൻ ശാന്തകുമാരി ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു കൃഷ്ണപ്രിയ. 2 ആൺമക്കൾക്ക് ശേഷമുള്ള പെൺതരിയായതിനാൽ തന്നെ അവൾ വീട്ടുകാരുടെ പൊന്നോമനയായിരുന്നു. ഉള്ളതുകൊണ്ട് സന്തോഷം പോലെ ജീവിച്ചു വന്ന ആ കുടുംബത്തിന്റെ നിറം നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട മകളുടെ വേർപാടോടെയാണ്. പഠിക്കാൻ മിടുക്കിയായിരുന്നു കൃഷ്ണപ്രിയ. സ്കൂൾ വിട്ട് ഏറെ നേരമായിട്ടും മകൾ വീട്ടിലെത്താതായതോടെ തിരക്കി ഇറങ്ങിയതായിരുന്നു ആ അച്ഛൻ. എന്നാൽ കണ്ടതാകട്ടെ അയൽവാസിയായ അന്ന് വെറും 24 വയസ്സ് മാത്രമുണ്ടായിരുന്ന മുഹമ്മദ് കോയയാൽ പീഡിപ്പിക്കപ്പെട്ട മരണത്തിന് കീഴടങ്ങിയ മകളെ ആയിരുന്നു. കൃഷ്ണപ്രിയയ്ക്ക് ശേഷവും ഒരുപാട് പീഡനങ്ങളും ലൈംഗിക അതിക്രമങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സൗമ്യ വധക്കേസും ജിഷ വധക്കേസും നിർഭയയുമൊക്കെ വാർത്തയാക്കപ്പെട്ടപ്പോഴും ഇരകൾക്ക് നീതി ലഭിക്കാതെ വന്നപ്പോഴുമൊക്കെ ശങ്കരനാരായണൻ എന്ന പിതാവ് ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു. മകൾക്ക് കിട്ടാതെ പോയ നീതി സ്വയം നടപ്പിലാക്കിയ പിതാവായിരുന്നു അയാൾ. നമ്മുടെ നിലവിലെ നീതിന്യായ വ്യവസ്ഥകളുടെ പോരായ്മകളാണ് ശങ്കരനാരായണനെ പോലെ സാധാരണ മനുഷ്യർ നീതി സ്വയം നടപ്പാക്കാൻ ഇറങ്ങുന്നതിൻ്റെ കാരണമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. എന്നാൽ മകളുടെ കൊലപാതകിയെ കൊന്ന അച്ഛനെന്ന ഹീറോ പരിവേഷം അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. തൻ്റെ അവസ്ഥ പോലെ ഒരു പിതാവിനും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു ആ മനുഷ്യന്റെ മനസ്സിൽ. തങ്ങൾ നിസ്സഹായരാകുമ്പോഴും തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോഴും മുന്നിൽ നിന്ന് പോരാടാനും ശബ്ദമാകാനും ഇങ്ങനെയൊരു അച്ഛനെ എല്ലാ പെൺമക്കളും ആഗ്രഹിക്കുന്നുണ്ട്.